ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ടുഡേ വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 1 പത്രോസ് 5:8. സമചിത്തരായിരിക്കുവീൻ, ജാഗരൂപരായിരിക്കുവീൻ, എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗി ആയ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ആരൊക്കെയോ നമുക്ക് എതിരായി നിൽക്കുന്നത് കാണാം. ആരൊക്കെയോ നമ്മളെ തകർത്ത് കളയാൻ നോക്കുന്നത് കാണാം. ആരുമില്ലെങ്കിൽ തന്നെ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ തകർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ വേലി പൊളിഞ്ഞു കിടക്കുന്ന പോലൊക്കെ നമുക്ക് തോന്നിയേക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തികം, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുവാനും, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ആഞ്ഞടിച്ചേക്കാം. അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം കരമല്ല വന്ന് തകർത്ത് കളയുന്നതും ഇല്ലാതാക്കി കളയുന്നതും. അത് നമ്മുടെ പ്രതിയോഗിയായിരിക്കുന്ന, നമ്മളെ തകർക്കുന്ന, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളത്രേ. അതുകൊണ്ടാണ് 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നത്, സമചിത്തരായിരിപ്പീൻ. എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. എപ്പോഴും നമ്മൾ നമ്മുടെ ആമേൻ സ്തോത്രം മനസ്സിനെയും ഹൃദയത്തെയും അലേർട്ടാക്കി വെച്ചുകൊണ്ടിരിക്കണം. ഒരുങ്ങിയിരിക്കണം. പ്രാർത്ഥനയിൽ ഒരുക്കമുള്ളവരായിരിക്കണം. എപ്പോഴും ഏത് ഭാഗത്തു നിന്നാണ് ഇവൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, യേശുവിനെ എതിർത്ത് നിന്ന ഈ ലോകം നമ്മളെയും എതിർത്ത് നിൽക്കും. ഹല്ലേലൂയ. ഈ പൈശാചിക ശക്തികൾ, വെളിയിൽ കിടക്കുന്ന പൈശാചിക ശക്തികൾ ഒരിക്കലും യേശുവിനെയോ യേശുവിൻ്റെ ജനത്തെയോ പ്രിയ മക്കളെ വെറുതെ വിടത്തിൽ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ തകർത്ത് കളയാൻ പറ്റും, എങ്ങനെ ഒതുക്കാൻ പറ്റും, ആരിൽ കൂടൊക്കെ ആമേൻ ഇവരെ നശിപ്പിക്കുവാൻ, മനസ്സ് തകർത്ത് കളയുവാൻ, ഹൃദയം തകർത്ത് കളയുവാൻ, രോഗം കൊണ്ടിടുവാൻ ഒക്കെ പലപ്പോഴും ശ്രമിക്കുമ്പോൾ ദൈവ രാജ്യം ഉണർന്നിരിക്കും. അതിൻ്റെ കൂടെ നമ്മളും ഉണർന്നിരിക്കണം. ജാഗരൂപരായിരിക്കുവീൻ. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ആമേൻ ഒരു നല്ല ഭടനെ പോലെ, നല്ല സോൾജിയറിനെ പോലെ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നമുക്ക് എതിരെ വരുന്ന യുദ്ധങ്ങളെ ആമേൻ നമ്മൾ എതിർക്കണം. പിശാചിനെ എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. സമചിത്തരായിരിക്കുവീൻ, ജാഗരൂപരായിരിക്കുവീൻ, എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗി ആയ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, അലറുന്ന സിംഹം എന്ന പോലെ, സിംഹമല്ല, അലറുന്ന സിംഹം എന്ന പോലെ നമ്മളുടെ ആമേൻ നടുവിലേക്ക് ചാടി വരാം. ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞ് ചുറ്റി നടക്കുന്നു. പലരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയില്ലാതെ, ഉപവാസമില്ലാതെ, ദൈവത്തോട് അടുപ്പമില്ലാതെ, ദൈവവുമായി ഒരു ബന്ധമില്ലാതെ, ദൈവവുമായൊരു ഇൻറ്റിമസി ഇല്ലാതെ പലരും പല വിധത്തിൽ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒത്തിരി ശുശ്രൂഷയുള്ളവരുണ്ട്, നിലം തൊടാതെ ഓടിക്കൊണ്ടിരിക്കുക, എരിഞ്ഞു തീരണമെന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി അങ്ങ് ഓടി. ശരിയാ, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ല, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴാ ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? എപ്പോഴാണ് ആമീൻ ദൈവത്തിന് ഇങ്ങനെയുള്ള ആൾക്കാർ സമയം കൊടുക്കുന്നത്? ഞാൻ ശരിക്കും ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് ഇഷ്ടം പോലെ സമയം ദൈവം അനുവദിച്ചു തന്നിട്ടുണ്ട്. സമയങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ആമേൻ ശുശ്രൂഷ കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ദൈവവുമായിട്ടൊരു ബന്ധത്തിനകത്തായി തീരുവാൻ, ഒരു ഇൻറ്റിമസിക്കകത്ത് കയറാൻ എനിക്ക് ആമേൻ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു.
ഞാൻ പലപ്പോഴും ഒത്തിരി തുടക്കത്തിലൊക്കെ, ശുശ്രൂഷയുടെ തുടക്കത്തിലൊക്കെ ഒരു 10 ഉടുപ്പെടുത്ത് ഓടും. അത് തീരുമ്പം വീട്ടിലോട്ട് വന്ന് വീട്ടിൽ കയറി ഇരിക്കത്തു പോലുമില്ല, അടുത്ത 10 ഉടുപ്പെടുത്തുകൊണ്ട് ഓടും. അങ്ങനെ ഓടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു വിചാരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ദൈവത്തിന് വലിയ ഇഷ്ടമാണെന്ന വിചാരം. ദൈവത്തിന് തൻ്റെ മക്കളെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിർത്താതെ ഓടുന്നവരെ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തോട് ഇരുന്നില്ലെങ്കിൽ, ദൈവത്തോട് സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് വളരെ ജാഗ്രതയോടായിരിക്കണം, സമചിത്തരായിരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടണം എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ആരാ പ്രാർത്ഥിക്കാതിരിക്കുന്നത്? ആരാ ആരാധിക്കാതിരിക്കുന്നത്? ആരാ വിശുദ്ധ ജീവിതം നയിക്കാതിരിക്കുന്നത്? ആരാണ് ദൈവത്തിൻ്റെ നീതിക്കകത്ത് നിൽക്കാതിരിക്കുന്നത്? ലോകം ഓടുന്നതുപോലെ സ്തോത്രം ഓടുന്നത് ആരാണ്? ആരെ കെണിയിൽ വീഴിക്കാൻ പറ്റും? ആരെ ഉപാധി അവൻ്റെ മേലിടാൻ പറ്റും? ആരെ ഒതുക്കാൻ പറ്റും? ഒരു കുരുക്കിട്ട് ആരെയും തകർത്ത് കളയുവാൻ പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കുക. ഒരിക്കൽ പത്രോസിനോട് യേശു പറഞ്ഞത് ഇങ്ങനായിരുന്നു: പത്രോസേ, നിന്നെ പിശാച് കതിര് പാറ്റുന്ന പോലെ പാറ്റുവാൻ റെഡിയായിട്ടിരിക്കുക. വളരെ സൂക്ഷിക്കണം. നമ്മളെ തകർത്ത് കളയുവാൻ പിശാച് ഉന്നം ചെയ്ത് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ദൈവികത്വം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് മടങ്ങി വരണം. പിശാച് നമ്മളെ തകർത്ത് കളയരുത്. ഹല്ലേലൂയ, ആമേൻ. പിശാച് നമ്മുടെ ശുശ്രൂഷയെ തകർത്ത് കളയരുത്. പിശാച് നമ്മുടെ കുടുംബത്തെ തകർത്ത് കളയരുത്. പിശാച് നമ്മുടെ ജീവനെ എടുക്കുവാൻ, തകർക്കുവാനൊക്കെ നോക്കുമ്പോൾ സ്തോത്രം, ഒരുക്കപ്പെട്ടവരായി, ക്രമീകരിക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ കൂടെ ഓടുവാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ജാഗരൂകരായിരിക്കാൻ, സമചിത്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, കൃപ നൽകണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ, ഓരോ വ്യക്തി ജീവിതങ്ങളെ, ഓരോ ദൈവദാസന്മാരെ ഒരുക്കിയെടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. Have a nice day.